അപ്പൊ ഗൈസ് നമ്മൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നോക്കൂ, ഇവിടെ ഒക്കെ കൊറേ നല്ല കോടമഞ്ഞും അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ഫോൺ പറഞ്ഞു പോകാനാണ് പേടി, വേറെ ഒരു പേടിയില്ല. അവിടെ നോക്കൂ, നല്ലൊരു അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോ. അത്യാവശ്യം മഴയൊക്കെ പെയ്ത് ഒരു ഇതായിട്ടുണ്ട്. ഒത്തിരി മഴ പെയ്യുന്നേക്കാൾ മുന്നേ ചെല്ലും ആയിരിക്കും. പോണ വഴിക്ക് ഇങ്ങനെയാണ്. ഇവിടെ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ നോക്കുമ്പോൾ അവിടെ നല്ല പുഴയൊക്കെ കാണുന്നുണ്ട്. നോക്കുന്നത് നല്ല മഞ്ഞ് മൂടി നല്ല സെറ്റായിട്ടാണ്. അടിപൊളി. ഇത് കണ്ടോ, വെള്ളം ദേ ഇവിടെ കൂടെ വീണിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് വെള്ളം. അപ്പം നമ്മൾ അത്യാവശ്യം മഴയ്ക്ക് മുന്നേ അവിടെ എത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നോക്ക്, നല്ല കോട മഞ്ഞൊക്കെ അവിടെ നോക്ക്. ആ ഒരു പ്ലേസ് ഇവിടെയൊക്കെ ഫുള്ളും മലയുടെ മുകളിൽ കത്തിച്ച് നല്ലോണം എന്താ പറയുക മഞ്ഞ് മൂടി കിടക്കുന്ന സമയം. കാരണം മഴ പെയ്ത് വരുമ്പോൾ നല്ല അത്യാവശ്യം മഞ്ഞ് മൂടി ചെറുതായിട്ട് മൊത്തത്തിൽ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ടൈം വന്നിട്ട് 5:32 ഇവിടെ സാധാരണ 3 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഈവനിങ് ആവും എന്നാണ് പറയണത്. കാരണം എന്താ വെച്ചാൽ ഈവനിങ് ഒരു 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്ക് തൊട്ട് മുമ്പ് വരെ ഇവിടെ ഒത്തിരി എന്താ പറയുക വണ്ടികളൊന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് ഈ പുറത്തുനിന്ന് വരുന്ന ട്രാവലേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്തവരൊന്നും ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഇവിടെ ഈ ഒരു 4 മണി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കുളിച്ച് എല്ലാം കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് കയറും. അപ്പോൾ ഇവിടെ അത് കഴിയുമ്പോൾ മഞ്ഞ് മൂടി ഇങ്ങനെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും മൊത്തത്തിൽ വഴിയൊന്നും അങ്ങനെ പെട്ടെന്ന് ക്ലിക്കാവാത്ത രീതിയിലാവും. അങ്ങനെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ തണുത്തിട്ട് എൻ്റെ ചെവി കടന്ന് എനിക്ക് ഒച്ചയൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇതായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇത് നോക്കി നമ്മൾ പോകുന്ന വഴിയിൽ ഫ്രണ്ടിൽ നോക്കിയാൽ അറിയാം അത്യാവശ്യം മഞ്ഞ്, അവിടെയൊക്കെ മഞ്ഞുണ്ട്, ഉണ്ട്. എന്നാലും ഇത് പോവാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടാവും. ഇതാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ വ്ളോഗ്. ഇത് മുകളിൽ ഇതുപോലെ വീടുകൾ ഓരോരോ വീടുകളാണ് തുടങ്ങി. ഇതാണ് നമ്മുടെ ബോണാമി. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ഇവിടെ നിന്ന് ബോണാമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടത് അവിടെ കാണുന്ന ഈ ഒരു അമ്മ, ഇത് പള്ളിയാണോ അമ്മ? ഇത് ഈ പള്ളി കെട്ടി തുടങ്ങിയിട്ട് ഉണ്ടായുള്ളൂ. ഒരു അത്യാവശ്യം പണിയൊക്കെ തീർന്നെല്ലാം തീരാറായി. പള്ളിയുടെ നോക്കി ഇവിടെ ശ്രദ്ധിച്ച് നോക്കി അറിയാം. വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഈ മഞ്ഞ് മൂടിയിട്ട് ഇതൊന്നും കാണാൻ പറ്റാണ്ടായിരിക്കുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം മൊത്തത്തിൽ മഞ്ഞായി. വീഡിയോയിൽ ക്ലിയർ ആവാത്താണ്. ഇത് അത്യാവശ്യം മൊത്തത്തിൽ മഞ്ഞായി. നമുക്ക് പകുതിയൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായി. ഇവിടെ ഇനി ഒത്തിരി വണ്ടികൾ ചെറവറായി ഇങ്ങനെ വരത്തില്ല. നോക്കണ്ട. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്ക്, നല്ല മഞ്ഞ്, നല്ല അത്യാവശ്യം നല്ലോണം മഞ്ഞ് വരുന്നുണ്ട്.
മഴയും കൂടെ പെയ്തിട്ടത് മൊത്തം വെള്ളമായി. ഫ്രണ്ടിൽ മൊത്തം വെള്ളം. പറയും ചെയ്ത് ഇതിനപ്പുറം ലോകം ഉണ്ടോ എന്നെല്ലാം ചോദിക്കുകയും ചെയ്തു. നമ്മൾ അറിയാം ഈ നേരെ കാണുന്ന നമ്മളെ ഏരിയ നനയുന്നുണ്ടോ എന്ന് വെച്ച് നനയുന്നുണ്ട്, ഇല്ലേന്ന് വെച്ചില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെറുതായിട്ട് നനയുന്നുണ്ട്. നല്ല മഞ്ഞ്. ഇനി കുളിക്കാൻ നമുക്ക് തോന്നത്തില്ല. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ബ്ലാങ്കറ്റ് പൊതിച്ച് കിടന്നു. എൻ്റെ ചേട്ടായുടെ റൂമുണ്ട്. ഇവിടെ റൂമെന്ന് പറഞ്ഞാൽ അടിപൊളി റൂം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കാറിലൊക്കെ ഹീറ്റർ ഓണാക്കത്തില്ലേ, അതേ ബുക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി ബാഗൊക്കെ താഴത്തേക്ക് ഇറങ്ങി നിന്ന്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്ലിയർനെസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇവിടെ ക്യാമറയിൽ ക്ലിയർ ആകുമോയെന്ന് എനിക്ക് അറിയത്തില്ല. വെള്ളം വീണിട്ട് ഈ താഴത്തേക്ക് നോക്കി നല്ലോണം നമുക്ക് ക്യാമറയൊക്കെ വെള്ളം കൊണ്ട് അത്യാവശ്യം നനയുന്നുണ്ട്. നമുക്കിത് പൊക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റർ ഓണാക്കിയ ലുക്കാണ്. എല്ലാവരും ഇവിടെയൊക്കെ മൊത്തം വെള്ളമാണ്. വെള്ളം കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നോക്കി നല്ല മഴ. ഇവിടെ നമ്മുടെ ഈ ഒരു ഇത് കണ്ടറിയാം, നല്ല മഴയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. തേയിലേക്ക് ഇങ്ങനെ അങ്ങ് നിന്നോണ്ടിരിക്കും. വയസ്സ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുതേ ഇവിടെ റോഡ് അങ്ങനെ പണിഞ്ഞോണ്ട് നിൽക്കുക. അപ്പം ഇവിടെ വഴി അത്യാവശ്യം മോശമാണ്. ഇനി ഒത്തിരി കുറേ അങ്ങ് താഴത്തേക്ക് വന്നിട്ട് വഴി അത്യാവശ്യം മോശമാണ്. എന്നുവെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന ആ വഴിയിൽ മോശമാണ്. അപ്പോൾ നമ്മളിവിടെ എത്രയും പെട്ടെന്ന് കണ്ടു. ഇവിടെയൊക്കെ മണ്ണൊക്കെ പണിയാണെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. പണിയാണെന്ന് തോന്നുന്നു. നമുക്ക് നല്ല ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതൊക്കെ വെട്ടി ഇപ്പോൾ അവിടെ തേയിലയാക്കി ഇപ്പറൊക്കെ പൊളിച്ച് പണിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വഴി മോശമാണ്. ഇതാണ് ഇവിടുത്തെ വഴിയുടെ കുഴപ്പം. നമുക്ക് നല്ല മഞ്ഞാണ്. നമുക്ക് ക്യാമറയിൽ ക്ലിയർ ആകുമ്പോൾ എനിക്ക് അറിയത്തില്ല കേട്ടോ. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞ് എനിക്കിപ്പോൾ വരികയൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിട്ടുണ്ട്. വണ്ടിയുടെ ഉള്ളിൽ ഒത്തിരി നേരം കാറ്റൊക്കെ കൊള്ളാണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ചെവി എന്തോലെയാണ് അതേപോലെ ആയിട്ടുള്ളത്. കാറൊക്കെ കിടക്കുന്നുണ്ട്. മഴയത്തൊക്കെ എല്ലാവരും ഇങ്ങനെയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പോൾ നമ്മളിത് വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ലേ, മഴയുണ്ട്. എന്താ പറയുക, അവിടെയൊക്കെ നമ്മൾ ഈ ഗ്ലാസ് താത്തിയിട്ട് ക്യാമറ ക്ലിയർ ആവില്ലാത്തതുകൊണ്ടാണ്. അവിടെയൊക്കെ നല്ല ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല കാറ്റ് വീശുന്നുണ്ട്. അത് ഏലത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഏത് അങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാട്ടോ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ മര്യാദയ്ക്ക് ഫോൺ ക്യാമറ പിടിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ടിലേക്ക് ആ വഴിയിലേക്കൊന്ന് നോക്കി ചെളി പിടിച്ചിട്ട് ഭയങ്കര മോശം രീതിയിലാണ് വഴിയൊക്കെ. മഴ പെയ്തുകൊണ്ട് റോഡ് വഴി നടക്കുന്നില്ല. ഇതേക്കൂടെ നടന്നു പോകുന്നേരം വണ്ടിക്കും നേരം നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വഴിയൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വഴി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടിട്ടേക്കുന്നതാണ്. ഇവിടെ നോക്ക്, നല്ല മഴ പെയ്തിട്ട് അവിടെ എന്താ കുന്നുപോലെ കൂരി കിടക്കണേ? മണ്ണ് കൂട്ടിയിട്ടിട്ട് ഇവിടെ ഈ ഗ്രൗണ്ടൊക്കെ
ഗ്രൗണ്ട് വല്ല അടിപൊളിയാണ്. എൻ്റെ അച്ഛൻ 90s കാലഘട്ടങ്ങളിലേക്ക് പോകുന്നു. ഈ ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണെന്നും പറഞ്ഞ് സെൻറ്റി പറയുന്നു ഗൈസ്. എനിക്കിവിടെ ഗ്ലാസ് തുറന്നിടാൻ പറ്റുന്ന അവസ്ഥയാണ്. മഴ പെയ്തു തുടങ്ങിയത്. നമുക്കിപ്പോൾ ഗ്ലാസ് തുറന്നിടാൻ പറ്റത്തില്ല. നമ്മളപ്പോൾ ഇപ്പോൾ വഴിയിൽ പോകുന്ന ഈ വഴി കൂടെയാണ്. ഇവിടെ നമുക്ക് നോക്കി അറിയാം, ഒട്ടും പെർഫെക്ഷൻ ഇല്ലാത്ത, ഒട്ടും സേഫ് അല്ലാത്ത വഴിയാണ്. നമ്മളപ്പോൾ ഇതിലിപ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ. നല്ല ഇളക്കമുണ്ട്. നമ്മളിങ്ങനെ ഒത്തിരി ഇളകിക്കൊണ്ടൊന്നും നമുക്ക് ക്യാമറ വരയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ഈ ഒരു എന്താ പറയുക, അൺസേഫ്ഡ് പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അൺസേഫ്ഡ് പോർഷൻ വെച്ച് ബാക്കി വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കാം. ഒരു ദിവസം മൊത്തം അൺസേഫ്ഡ് പോർഷനാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്യൂ പോയിൻ്റ് ഇത്രയും കൊണ്ട് വ്യൂ പോയിൻ്റ് തിരികെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഈ ഒരു ട്രാവലിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു.